ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു സാൻഡ്രാസ് ലിറ്റിൽ വേൾഡ്. ഇന്ന് നമുക്ക് ഹാൻഡ് വർക്ക് ചെയ്തൊരു മെറ്റീരിയലിൽ നെക്ക് എങ്ങനെ പെർഫെക്റ്റായിട്ട് അടിച്ചെടുക്കുന്നതെന്ന് നോക്കാം. അപ്പോൾ ഞാൻ എക്സ്ട്രാ പ്ലീസ് ജോയിൻ ചെയ്തിട്ടാണ് നെക്കിൽ ഹാൻഡ് വർക്ക് ചെയ്തെടുത്തേക്കുന്നത്. അപ്പോൾ അതൊന്ന് നമുക്ക് സ്റ്റിച്ച് പൊട്ടിച്ചു വിടാം. അപ്പോൾ സ്റ്റിച്ച് പൊട്ടിച്ച് വിട്ടിട്ട് ലൈനിങ് ഞാൻ കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട്. അപ്പോൾ ലൈനിങ്ങിൻ്റെ അതേ രീതിയിൽ വെച്ചിട്ട് മെയിൻ ക്ലോത്തൂടെ കട്ട് ചെയ്തെടുക്കുവാണേ. ലൈനിങ് ഇച്ചിരി മുന്തി നിൽക്കുവാണ്. ലൈനിങ് ഒരു ഇച്ചിരിയും കൂടെ കട്ട് ചെയ്ത് കളയേണ്ട വരും. അപ്പോൾ ഇനി നമുക്ക് നെക്ക് എങ്ങനെ ജോയിൻ ചെയ്തിരുന്നതെന്ന് നോക്കിയാലോ. അപ്പം ഞാൻ നോർമൽ ഫൂട്ട് മാറ്റിയിട്ട് വൺ സൈഡ് ഫൂട്ടാക്കുന്നുണ്ട്. അല്ലെങ്കിൽ നമ്മുടെ ബീഡ്സ് എല്ലാം പൊട്ടിപ്പോവാനായിട്ട് ചാൻസ് കൂടുതലാണ്. അപ്പോൾ അത് ജോയിൻ ചെയ്ത് കൊടുത്തിട്ട് ഇനി എങ്ങനെ നമുക്ക് ക്ലോത്ത് വെക്കുന്നതെന്ന് നോക്കാം. ആദ്യം ലൈനിങ്ങിൻ്റെ നല്ല ഭാഗമാണ് അത്. നമ്മുടെ മെയിൻ ക്ലോത്തിൻ്റെ ചീത്ത ഭാഗവും കൂടെ ജോയിൻ ചെയ്തിട്ട് പിന്ന് കുത്തി കൊടുക്കുകയാണ്, തെന്നിപ്പോവാതിരിക്കാൻ വേണ്ടിയിട്ടാണ്. മെറ്റീരിയൽ വിചിത്ര സിൽക്കാണ് കേട്ടോ. അപ്പോൾ അതിൻ്റെ സൈഡിൽ കൂടെ നമ്മൾ ഹാൻഡ് വർക്ക് ചെയ്തതിൻ്റെ സൈഡിൽ കൂടാണ് നെക്ക് അടിച്ചു കൊടുക്കുന്നത്. ഹാൻഡ് വർക്ക് തൊടാത്ത രീതിയിലാണ് നെക്ക് അടിച്ചെടുക്കുന്നത്. എന്നിട്ട് ജസ്റ്റ് കട്ട് ചെയ്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് തുണിയെ ഒന്ന് പതിച്ചടിച്ച് കൊടുക്കുവാണേ. വൺ സൈഡ് ഫൂട്ടാകുമ്പോൾ നമ്മുടെ ബീഡ്സിന് ഡാമേജ് ആവാത്ത രീതിയിലാണ്. അതേ ഉള്ളൂ, അത്രേ ചെയ്യുന്നുള്ളൂ നെക്കിന്. പിന്നെ വൺ സൈഡ് ഫൂട്ട് മാറ്റിയിട്ട് നോർമൽ ഫൂട്ട് ഇട്ടിട്ടാണ് ഇനി സ്റ്റിച്ച് ചെയ്യാൻ തുടങ്ങുന്നത്. ആദ്യം തന്നെ സൈഡ് താഴെ ഭാഗം അടിച്ചു കൊടുക്കുവാണ് ലൈനിങ്ങിൻ്റെ. എന്നിട്ട് ലൈനിങ്ങിനെയും മെയിൻ ക്ലോത്തിനെയും കൂടെ ജോയിൻ ചെയ്തിട്ട് ഷോൾഡർ ഒന്ന് കുത്തി കൊടുക്കുകയാണ്, അല്ലെങ്കിൽ തെന്നിപ്പോകാനുള്ള ചാൻസ് കൂടുതലാണ് ഈ മെറ്റീരിയൽസിന്. അപ്പോൾ അതും ജോയിൻ ചെയ്ത് കൊടുക്കുന്നുണ്ട്. ബാക്കി നമ്മൾ നോർമൽ സ്റ്റിച്ചിങ് ചെയ്ത് തന്നെയാണ് ഷേപ്പ് അടിച്ചു കൊടുക്കുവാണേ. ഫ്രണ്ട് ആം ഹോള് ഇറക്കി വെട്ടുന്നുണ്ട്, ആ റേഞ്ച്. ഇനി നമുക്ക് സ്ലീവ്സ് ജോയിൻ ചെയ്ത് കൊടുക്കാം. ഫുൾ സ്ലീവാണ് ഞാനിവിടെ കുർത്തിക്ക് കൊടുക്കുന്നത്. ഇനി സ്ലിറ്റ് കൂടെ അടിച്ചു കൊടുക്കാം. അപ്പോൾ കംപ്ലീറ്റ് വർക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്ക് ഔട്ട്ലുക്ക് നോക്കിയാലോ. അപ്പോൾ ഇതാണ് നമ്മുടെ ഔട്ട്ലുക്ക്. അവിടെ ഇവിടെ സ്പ്രെഡിങ്സ് ആയിട്ട് ഞാൻ കുറച്ച് ബീഡ്സ് കൂടെ ആഡ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് പെർഫെക്റ്റായിട്ട് ഹാൻഡ് വർക്ക് ചെയ്ത കുർത്തിയുടെ നെക്ക് അടിച്ചെടുക്കാൻ പറ്റും. വൺ സൈഡ് ഫൂട്ടിട്ടാൽ നമുക്ക് കറക്റ്റായിട്ട് അടിച്ചെടുക്കാൻ പറ്റും. അവിടെ ഇവിടെ ഒരു ഗ്യാപ്പ് പോലും ഇല്ലാതെ നെക്ക് കംപ്ലീറ്റ് ആക്കാൻ പറ്റും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നിടം വരെ ബൈ.